ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു കൂട്ടം ആൾക്കാരാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെയും കുടിവെള്ളം ഒരുക്കുന്നത് സായി ഗ്രൂപ്പാണ്. ഇതൊരിക്കലും ഒരു സ്ട്രെസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ആൾക്കാർ കൂടുന്നവരും അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു മെന്റാലിറ്റിയാണ് വരുന്നത്. ആൾക്കാർക്ക് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് വേണ്ടത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. നമ്മളിപ്പോൾ ഏകദേശം ഒരു 15-16 വർഷമായി ഇത് കുടിവെള്ളം നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ആറ്റുകാൽ ഉത്സവത്തിൻ്റെ ഈ 10 ദിവസവും നമ്മുടെ ഈ 17-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെ തീരുന്ന ദിവസം വരെ നമ്മൾ ഈ ദാഹജലം വരുന്നവർക്കെല്ലാം കൊടുക്കുകയാണ്. രാവിലെ 4:30 മണിക്ക് ഇവിടെ ആൾക്കാർ വരുന്നതാണ്. അവർ വന്ന് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തികത്തിച്ചിട്ട് വെള്ളം നല്ലവണ്ണം ഒരു 15 തരം മരുന്നുകളിട്ടാണ് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്നത്. തന്നെ പതിമുഖം, രാമച്ചം, പിന്നെ സർവ്വസുഗന്ധി, പിന്നെ ഒരു കൂട്ടുണ്ട് ഔഷധക്കൂട്ട്. ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മളിവിടെ വരുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വരുന്നവർക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ ക്ഷീണം മാറുകയും ചെയ്യും. ഇവിടെ ഒരു 8 വർഷമായിട്ട് ഞാൻ വരുന്നുണ്ട്. കുടിവെള്ളം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്രാവശ്യം വളരെയധികം കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ എല്ലാവരും വന്ന് കുടിക്കുന്നുണ്ട്. ഒരു 6 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. സത്യസായി ബാബയുടെ സേവന പ്രവർത്തനമായിട്ട് നടക്കുന്ന പരിപാടിയാണിത്. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയും വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൈൻ്റെ ഇടയ്ക്കും വെള്ളം കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 വർഷത്തോളം കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. ഒരു ദിവസം 10,000-കണക്കിന് ആൾക്കാർക്ക് ദാഹജലം നൽകി. അപ്പം പൊങ്കാല തീരുന്നു പിറ്റേ ദിവസം വരെ ദേവി നടക്കി കയറുന്നത് വരെ ഈ സേവനം തുടരുകയാണ്. പൊങ്കാലയോടുകൂടി അവസാനിക്കുന്നില്ല. പിറ്റേ ദിവസം 12-1 മണി കഴിഞ്ഞാൽ മാത്രമേ ഈ ദാഹജല വിതരണം നിർത്തുകയുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹവും കൃപയും ദേവിയുടെ അനുഗ്രഹവും കൊണ്ട് വളരെ സുന്ദരമായിട്ടാണ് ഈ കുടിവെള്ള പദ്ധതി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നത് കൊണ്ട് സംഘടനയുടെ ട്രിവാൻഡ്രം ജില്ലയിലെ 26 സമിതികളിലെ പ്രവർത്തകർ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പ്രസിഡന്റേയും സ്റ്റേറ്റ് പ്രസിഡന്റേയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ആ സേവനം വളരെ ബ്യൂട്ടിഫുള്ളായി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനയുടെ 26 സമിതിയിലെ പ്രവർത്തകർ മാത്രമല്ല, വളരെ സജീവമായി പങ്കെടുക്കുന്ന മഹിളാ വിഭാഗവും യുവജന വിഭാഗവും മുതിർന്നവരും ചേർന്ന് ഈ സേവനം വളരെ സുന്ദരമായിട്ട് ചെയ്തു വരുന്നു.